കാട്ടാനശല്യം തടയാൻ സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വയനാട്ടിലെ സാഹചര്യം പരിശോധിക്കാൻ 3 വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി സ്പെഷ്യൽ സെൽ രൂപീകരിക്കുമെന്ന് മന്ത്രി. സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എല്ലാ കുറവുമേറ്റ് അക്കാദമി അധ്യക്ഷൻ കെ. സച്ചിദാനന്ദൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് ഒരു മഹത് പ്രവൃത്തിയാണെന്ന് അക്കാദമി അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പരിഹാസവുമായി ശ്രീകുമാരൻ തമ്പി. സ്വകാര്യ ബസിന്റെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന കേബിളുകൾ നാടോടി സ്ത്രീകൾ മോഷ്ടിച്ചു. കല്ലൂർ തൃശൂർ റോഡിലോടുന്ന ബസ്സിലാണ് മോഷണം നടന്നത്. കേച്ചേരി തലക്കോട്ടുകരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. കുണ്ടുകാട് സ്വദേശി ബിൻസ് കുര്യനാണ് മരിച്ചത്. നേന്ത്രക്കായ വില ഇടിഞ്ഞതോടെ മലയോരത്തെ വാഴ കർഷകർ ദുരിതത്തിൽ. മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ കെട്ടിക്കിടക്കുന്നത് 4000 കിലോയോളം നേന്ത്രക്കായ. വാർത്തകൾ വിശദമായി. കാട്ടാനശല്യം തടയാൻ സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മാനന്തവാടി പടമല ചാലിഗതയിൽ കാട്ടാന കർഷകനെ കൊന്ന സംഭവത്തിൽ തൃശൂരിൽ നടന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട്ടിലെ സാഹചര്യം പരിശോധിക്കാൻ 3 വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി സ്പെഷ്യൽ സെൽ രൂപീകരിക്കും. മാനന്തവാടിയിൽ ഇന്നലെ ഉണ്ടായത് സ്വാഭാവിക പ്രതിഷേധം മാത്രം. കേരള അതിർത്തിയിലെ ജനവാസ മേഖലയിൽ ആന കടന്നാൽ മയക്കുവെടി വയ്ക്കും. കഴിഞ്ഞ ദിവസം ഒരാളുടെ മരണത്തിനിടയാക്കിയ ആന നിലവിൽ കർണാടക അതിർത്തിയിലാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഈ മാസം 15-നകം കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകും. സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പരസ്പരം വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള 460 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂരിൽ നടന്നു. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന പരേഡിൽ വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അഭിവാദ്യം സ്വീകരിച്ചു. മന്ത്രി കെ. രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. വാളയാർ ഫോറസ്റ്റ് റേഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്ത 238 പേരും അരിപ്പ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്ത 222 പേരും ഉൾപ്പെടെ 460 ബീറ്റ് ഫോറസ്റ്റുമാരാണ് സേനയുടെ ഭാഗമായത്. 372 പുരുഷന്മാരും 88 സ്ത്രീകളും ഇതിൽ ഉൾപ്പെടും. വനംവകുപ്പ് മേധാവി ഗംഗാ സിംഗ്, പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി. പുകഴേന്തി, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ എൽ. ചന്ദ്രശേഖർ, എഡിജിപി ഗോപേഷ് അഗർവാൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എല്ലാ കുറവുമേറ്റ് അക്കാദമി അധ്യക്ഷൻ കെ. സച്ചിദാനന്ദൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് ഒരു മഹത് പ്രവൃത്തിയാണ്. നിയമം യാന്ത്രികമായി അനുസരിച്ച് ഒരു പാവം ഓഫീസ് ജീവനക്കാരിയുടേതായാലും പ്രശസ്തനായ ഒരു പാട്ടെഴുത്തുകാരനോട് ഒരു ഗാനം ഒരു ഉദ്യോഗസ്ഥൻ വഴി ആവശ്യപ്പെടുകയും അത് കാരണം തിരസ്കരിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥയുടേതായാലും തികഞ്ഞ നിസ്സംഗതയോടെ തനിക്ക് പങ്കില്ലാത്ത ഈ പ്രവർത്തികളുടെ കുരിശ് ഞാൻ ഏറ്റെടുക്കുന്നു. സെൻ ബുദ്ധിസവും ബൈബിളും തന്നെ പഠിപ്പിച്ചത് ഇതാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് നിസാര പ്രതിഫലം നൽകിയതും ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാനം തിരസ്കരിച്ചതുമാണ് സാഹിത്യ അക്കാദമിയെ പ്രതിരോധത്തിലാക്കിയത്. അതേസമയം സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പരിഹസിച്ച് ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി. ക്രിസ്തുവിന് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരമായെന്നും മഹത് പ്രവർത്തികൾക്ക് ഉത്തമ മാതൃകയാണ് സച്ചിദാനന്ദനെന്നും താൻ വെറും ക്ലീഷയെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. സ്വകാര്യ ബസ്സിൽ നിന്ന് നാടോടി സ്ത്രീകൾ ഇലക്ട്രിക് കേബിളുകൾ മോഷ്ടിച്ചു. കല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന മാലാഖ ബസ്സിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ബസിന്റെ പുറകിലെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന 4 കോയിൽ കേബിളുകളാണ് 3 സ്ത്രീകൾ ചേർന്ന് മോഷ്ടിച്ചത്. ഇതേ ബസ്സിലെ ജീവനക്കാരനായ വെള്ളാനിക്കോട് സ്വദേശി ബ്രീസിന്റേതായിരുന്നു കേബിളുകൾ. മോഷണ ദൃശ്യങ്ങൾ ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. തലൂർ ബൈപ്പാസിൽ നിന്ന് തൃശൂരിലേക്കാണ് ഇവർ ടിക്കറ്റ് എടുത്തത്. 3 പേരും പുറകിലെ സീറ്റിലാണ് ഇരുന്നത്. ഇതിനിടയിൽ ബസ്സിൽ ക്യാമറ ഉണ്ടെന്നറിഞ്ഞ സ്ത്രീകൾ ക്യാമറയിൽ പെടാതിരിക്കാൻ തുണികൊണ്ട് മറച്ച ശേഷമാണ് കേബിളുകൾ മോഷ്ടിച്ചത്. തൃശൂരിൽ ഇവർ ഇറങ്ങിയ ശേഷമാണ് മോഷണ വിവരം ബസ് ജീവനക്കാർ അറിയുന്നത്. ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണം നടത്തിയത് നാടോടി സ്ത്രീകളാണെന്ന് മനസ്സിലായത്. ബസ് ജീവനക്കാർ മോഷണ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഒല്ലൂർ പോലീസിന് കൈമാറി. കേച്ചേരി തലക്കോട്ടുകരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുണ്ടുകാട് വട്ടായി സ്വദേശി അറയ്ക്കമൂലയിൽ വീട്ടിൽ 35 വയസ്സുള്ള ബിൻസ് കുര്യനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വട്ടായി സ്വദേശി കൊച്ചുകുന്നേൽ വീട്ടിൽ സനുവിന് പരിക്കേറ്റു. കേച്ചേരി ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ ബിൻസിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും കാറിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. നേന്ത്രക്കായ്ക്ക് വില കുറഞ്ഞതും വാങ്ങാൻ ആളില്ലാത്തതും മലയോരത്തെ വാഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു. ഏറെ പ്രതീക്ഷകളോടെ കൃഷി ചെയ്തുണ്ടാക്കിയ നേന്ത്രക്കുലകൾക്ക് ന്യായവില കിട്ടാതായത് കർഷകരെ നിരാശയിലാക്കുകയാണ്. വാഴകൃഷിക്ക് പ്രസിദ്ധമായ മറ്റത്തൂരിൽ പ്രധാനമായും 2 സീസണിലാണ് നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത്. കരഭൂമിയിൽ കൃഷി ചെയ്യുന്ന വാഴകൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്.
സാധാരണയായി ജനുവരിയിൽ വിളവെടുക്കേണ്ടതായിരുന്നുവെങ്കിലും മഴ നീണ്ടുനിന്നത് മൂലം വിളവെടുപ്പ് വൈകി. ഒരു മാസം മുൻപ് വിളവെടുത്തിരുന്നെങ്കിൽ വിപണിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിലയും ഡിമാൻഡും ഉണ്ടാകുമായിരുന്നുവെന്ന് കർഷകനായ CK പീതാംബരൻ പറഞ്ഞു. ഇത് വിറ്റഴിക്കാൻ നമുക്ക് കുറപ്പൊക്കെ ചെടി കുറേശ്ശെ കായ എടുക്കണുള്ളൂ. ഇപ്പോൾ ഈ കൊടും ചൂടായ കാരണം അവർക്കും കൊണ്ടുപോയി നശിച്ചു പോകുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അതാത് ജില്ലകളിലെ ഉൽപ്പന്നങ്ങൾ എടുക്കാതെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് എടുക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിബന്ധനയും കൂടിയുണ്ട് കുറപ്പിന്. അപ്പോൾ ആ ജില്ലയിലെ ഉൽപ്പന്നങ്ങൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടേക്ക് എടുക്കുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ ഒരു പരിമിതിയുണ്ട്, അവർക്കും പരിമിതിയുണ്ട്, നമുക്ക് കൊടുക്കാനും പറ്റണില്ല. ഈ സീസണിൽ വിളവെടുപ്പിന് പാകമാകുന്ന 30,000-ലേറെ നേന്ത്രവാഴകളാണ് ഇത്തവണ മറ്റത്തൂരിൽ കൃഷി ചെയ്തിട്ടുള്ളത്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ ഇപ്പോൾ ആഴ്ചതോറും 20,000-ഓളം കിലോ നേന്ത്രക്കായ എത്തുന്നുണ്ട്. ആവശ്യക്കാർ കുറവായതിനാൽ ഇത് മുഴുവൻ വിറ്റുപോകാത്ത സ്ഥിതിയാണ്. 4,000 കിലോയോളം നേന്ത്രക്കായ വിറ്റഴിയാതെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉൽപ്പാദനം കൂടിയതിന് പുറമെ വയനാട്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നേന്ത്രക്കുലകൾ വിപണിയിൽ എത്തുന്നതും നാടൻ നേന്ത്രക്കായയുടെ വില കുറയാൻ കാരണമായിട്ടുണ്ട്. ഉൽപ്പാദനം കൂടുന്ന സീസണിൽ കോടാലിയിലെ മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ നിന്ന് നേന്ത്രക്കായ ഉൾപ്പെടെയുള്ള കാർഷിക വിഭവങ്ങൾ ഹോർട്ടികോർപ്പ് വാങ്ങിക്കൊണ്ടു പോകാറുണ്ട്. എന്നാൽ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന കുറവായതിനാൽ ഇപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഹോർട്ടികോർപ്പ് നേന്ത്രക്കായ ശേഖരിക്കുന്നത്. അപ്പോൾ ഇത് എന്തെങ്കിലും വഴിക്ക് ഹോർട്ടികോർപ്പ് കുറച്ചും കൂടി ഉൽപ്പന്നങ്ങളെല്ലാ ജില്ലകളിലേക്കും കുറച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി രക്ഷപ്പെടും. അല്ലെങ്കിൽ മറ്റത്തൂരിലെ കർഷകർ ചിലപ്പോൾ ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു കാലം കൂടിയാണിത്. എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ആനുകൂല്യം കൃഷിഭവൻ വഴി എന്തെങ്കിലും ചെയ്യാൻ ഗവൺമെൻറ് ഒരു സന്മനസ് കാണിക്കുന്ന കൂടി ഞാൻ പറയുകയാണ് ഈ അവസ്ഥയിൽ. വിലയിടിവ് മൂലം ദുരിതത്തിലായ കർഷകർക്ക് കൃഷിവകുപ്പിൽ നിന്ന് ആവശ്യമായ സഹായം നൽകാൻ നടപടി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. TCV കൊടകര. കുന്നംകുളം ട്രഷറിക്ക് സമീപത്തെ ഹോട്ടലിൽ മോഷണം. ഫുഡ് കോപ്പ ഹോട്ടലിലാണ് മോഷണം നടന്നത്. ഹോട്ടലിന്റെ മുൻവശത്തെ ഗ്ലാസ് ഡോറിന്റെ ലോക്ക് ഭാഗം തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന 2,000-ഓളം രൂപ കവർന്നു. കയ്യിൽ ഗ്ലൌസും മങ്കി ക്യാപ്പും ധരിച്ച മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കായിക മേഖലയിൽ ഈ വർഷം തന്നെ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. ചാഴൂർ പഞ്ചായത്തിലെ EMS സ്മാരക മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക മേഖലയെ കളിയോടൊപ്പം സാമ്പത്തിക മേഖലയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് സർക്കാർ. വിദ്യാഭ്യാസ മേഖലയിൽ കായിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കായികം ഒരു വിഷയമാക്കി സിലബസ് രൂപീകരിക്കും. എല്ലാ ജില്ലകളിലും ഒരു പ്രധാന കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് ഉയർന്ന നിലവാരത്തോടെ ലാലൂരിലും GV രാജ സ്പോർട്സ് സ്കൂളിലുമടക്കം കളിക്കളങ്ങൾ ഒരുങ്ങുന്നത്. വരും വർഷത്തിൽ കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആസൂത്രണ സമിതി രൂപീകരിപ്പിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. മുൻ MLA ഗീതാ ഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ തുടങ്ങിയവർ അധികാരത്തിൽ വന്നതിന് ശേഷം 1,500 കോടി രൂപയിലധികമാണ് ഇപ്പോൾ നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുതിയ ബഡ്ജറ്റിൽ ഏകദേശം 300 കോടി രൂപ കൂടി ഈ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ കായിക മേഖലയിൽ നല്ല മാറ്റം. പാലിയക്കരയിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കാളത്തോട് സ്വദേശി കറപ്പമൂച്ചിക്കൽ വീട്ടിൽ ഷഫീഖാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 4 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ടോൾ പ്ലാസയ്ക്ക് സമീപം ഞായറാഴ്ച പുലർച്ചെ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ബൈക്കിലെത്തിയ യുവാവ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SIമാരായ K. സൂരജ്, MJ ലിജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആൻസൺ പൌലോസ്, CPO ജെറിൻ, റൂറൽ ഡാൻസ് ഓഫ് SIമാരായ സ്റ്റീഫൻ, ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. കേരള കാർഷിക സർവകലാശാല അഗ്രികൾച്ചറൽ എന്റമോളജിയിൽ പഴയന്നൂർ സ്വദേശിനി വിനീതയ്ക്ക് ഡോക്ടറേറ്റ്. പഴയന്നൂർ കുമ്പളക്കോട് താഴ്ത്തിയതിൽ മലച്ചിക്കളം വേണുഗോപാലന്റെയും ബേബിയുടെയും മകളാണ് വിനീത. ചങ്ങനാശ്ശേരി ശബരിഗിരി വീട്ടിൽ ശ്യാംനാഥിന്റെ ഭാര്യയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ വേളുക്കരയിലേക്ക് മാറ്റാനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മുതിർന്ന CPM നേതാവുമായ പോൾ കോക്കാട്ട് ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച ആളൂർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ 8 വർഷമായി കല്ലേറ്റുംകര ബാങ്ക് വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇത് സംബന്ധിച്ച് നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും മറുപടി ലഭിച്ചില്ല. കല്ലേറ്റുംകരയുടെ ഹൃദയഭാഗത്ത് തന്നെ ന്യായവിലയ്ക്ക് അനുയോജ്യമായ സ്ഥലം ലഭിക്കാനുണ്ടെന്ന വിവരവും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നുവെന്നും പോൾ കോക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നവകേരള സദസ്സിൽ ഞാനിത് സംബന്ധിച്ചൊരു പരാതി കൊടുക്കുകയുണ്ടായി. ആളൂർ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നുള്ള പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സവിശേഷതകളുള്ള ഒരു പഞ്ചായത്താണ് ആളൂർ.
കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി മുങ്ങി മരിച്ച തളിക്കുളം തമ്പാൻകടവ് അറപ്പ പരിസരത്ത് 10 വർഷത്തിനിടെ ജീവൻ നഷ്ടമായത് 15 പേർക്ക്. ശാന്തമായ കടലാണ് ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്നത്. എന്നാൽ കടലിനടിയിലെ ഒഴുക്കും ചുഴിയും തിരിച്ചറിയാനാകില്ല. കുളിക്കാനിറങ്ങുന്നവർ അപ്രതീക്ഷിതമായി ചുഴിയിൽപ്പെടും. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങളില്ലാത്തതും പ്രതിസന്ധിയാണ്. വെള്ളിയാഴ്ച ചുഴിയിൽപ്പെട്ട 2 പേരിൽ ഒരാളെ ജീവൻ പണയം വെച്ചാണ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയത്. നിലയില്ലാത്ത ഇടത്തിലാണ് ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയത്. സഞ്ചാരികൾ കൂടുതൽ കുളിക്കാനിറങ്ങുന്ന ഇടങ്ങളിൽ ജീവരക്ഷാ ഉപകരണങ്ങൾ സജ്ജമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. തൈക്കാട് സെന്ററിൽ നടന്ന ബഹുജന സദസ്സിൽ മതേതര ഇന്ത്യ എന്ന വിഷയത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ ജംഷീദ് അലി പ്രഭാഷണം നടത്തി. CPM തൈക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA ഷാജി അധ്യക്ഷത വഹിച്ചു. അഭിലാഷ് അന്തിക്കാട്, TE ജെയിംസ്, C ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. ഗോവയിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് കായികമേളയിൽ കേരളത്തിനു വേണ്ടി 4 സ്വർണ്ണ മെഡലുകൾ നേടി ബിൻസി മോഹൻ. BSNL കണ്ടശാംകടവ് ക്ലസ്റ്ററിൽ ജീവനക്കാരിയാണ്. 2025 തായ്പേയിൽ നടക്കാനിരിക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് കായികമേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിൻസി മോഹൻ മത്സരിക്കും. നാട്ടിക സ്പോർട്സ് അക്കാദമിയിലെ കണ്ണൻ മാസ്റ്ററുടെ കീഴിലാണ് ബിൻസി പരിശീലനം നടത്തിയത്. കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ കഥകളി പരിചയത്തിന്റെ ഭാഗമായി കഥകളി അരങ്ങേറി. കലാമണ്ഡലം ഭരണസമിതി അംഗം KV രാജാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം തുളസികുമാർ, നന്ദകുമാർ ചെറുമംഗലം എന്നിവർ സന്നിഹിതരായിരുന്നു. രാജസൂയം കഥകളിയാണ് അരങ്ങേറിയത്. രാവണനായി കലാമണ്ഡലം വിശാഖ്, ദൂതനായി ആകാശ്, രംഭയായി മിഥുൻ എന്നിവർ വേഷമണിഞ്ഞു. വിദേശികളടക്കം നിരവധി പേർ കഥകളി കാണാനായി നിള ക്യാമ്പസിൽ എത്തിയിരുന്നു. മരണമില്ലാത്ത കവിതകൾ മാനവരാശിക്ക് സമ്മാനിച്ച മഹാനായ കാവ്യോപാസകനായിരുന്നു ONV എന്ന് എഴുത്തുകാരൻ വർഗീസ് ആന്റണി പറഞ്ഞു. തൃശൂർ ലിറ്റററി ഫോറം ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച ഓർമ്മകളിൽ ONV എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PRK ചേനം അധ്യക്ഷനായി. P വിനോദ്, ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, അനിത വർമ്മ, നഫീസത്ത് BV എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. കലശ ചടങ്ങുകൾ ആരംഭിച്ചാൽ ഉത്സവം കഴിയുന്നതുവരെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല. ചോറൂണ്, തുലാഭാരം വഴിപാട് നടത്തുന്നതിന് തടസ്സമില്ല. ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം കലശ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തും. തുടർന്ന് മുളയറയിൽ 10 വെള്ളപ്പാലികയിൽ നവധാന്യം വിതച്ച് മുളയിടും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശുദ്ധികർമ്മങ്ങളും ഹോമവും അഭിഷേകവുമാണ്. 19-ന് തത്വകലശാഭിഷേകവും 20-ന് അതിപ്രധാനമായ സഹസ്രകലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും നടക്കും. ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് 21-ന് ആനയോട്ടം നടക്കും. കുംഭത്തിലെ പൂയം നാളിൽ തന്ത്രി നമ്പൂതിരിപ്പാട് സ്വർണ്ണധ്വജത്തിൽ കൊടിയേറ്റുന്നതോടെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കമാകും. മാർച്ച് 1-ന് ആറാട്ടോടെ കൊടിയിറങ്ങും. ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തൂർ MPയെ ജനകീയ വിചാരണ ചെയ്തു. മുൻ MP S അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ D അജി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയ്യൻ, ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക, MJ ബിനോയ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ER രാഹുൽ എന്നിവർ സംസാരിച്ചു. വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭാഗമായി പുറം വേലയ്ക്ക് നിയോഗിക്കപ്പെട്ട അവകാശ പറയന്റെ ഇരിപ്പ് വേല ആരംഭിച്ചു. തനത് സംസ്കാരത്തിന്റെ ഭാഗമായ തോറ്റം ചൊല്ലിയാണ് അവകാശ പറയെടുപ്പ് നടത്തുന്നത്. 18 ദേശത്ത് പറയെടുത്ത് അവകാശ പറയന്റെ വേല അശ്വതി ദിവസം കാവുതീണ്ടും. തുടർന്ന് ഭരണിവേലയിൽ അരിത്താലത്തിനെ അനുഗമിക്കുകയും അരിത്താലം ചെരിഞ്ഞതിനു ശേഷം തോറ്റം പാടി അവസാനിപ്പിക്കുകയും ചെയ്യും. നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും പ്രാചീന ഗോത്ര സംസ്കാര ബിംബങ്ങളും നിറഞ്ഞ ഇരിപ്പ് വേലയെ നിരവധി പേരാണ് അനുഗമിക്കുക. തളിക്കുളം ഏറണേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിന് ഭഗവതിയുടെ ആറാട്ടോടെ സമാപനം. നമ്പിക്കടവിൽ നടന്ന ആറാട്ട് ചടങ്ങിന് ക്ഷേത്രം തന്ത്രി CB പ്രകാശൻ മുഖ്യകാർമ്മികനായി. ആറാട്ടിന് ശേഷം മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. തുടർന്ന് കൊടികൽപ്പറ, കൊടിയിറക്കൽ എന്നിവയോടെ ഉത്സവാഘോഷം സമാപിച്ചു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ AR റോഷ്, EVS സ്മിത്ത്,
EV ഷെറി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CPI എറിയാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താണിയത്ത് ട്രസ്റ്റിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ മഞ്ഞളി ബ്രാഞ്ച് കമ്മിറ്റി അംഗം അജിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. ET ടൈസൺ MLA താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EK ലെനിൻ അധ്യക്ഷത വഹിച്ചു. AITUC പഞ്ചായത്ത് സെക്രട്ടറി AK പ്രദീപൻ, മണ്ഡലം സെക്രട്ടറി ഷമീർ കടമ്പോട്ട്, PK റഫീഖ് എന്നിവർ സംസാരിച്ചു. അജിക്കുള്ള വീട് ചെറിയ വീട് നമ്മൾ പൂർത്തീകരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന വലിയ സ്ഥിതിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന സ്ഥിതി എങ്ങനെയാണെന്ന് ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുക, അത്യാവശ്യം ഒരു സ്വസ്ഥമായുള്ള ഒരു ചെറിയ വീട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായിരുന്നു. അതിനാദ്യം നല്ല പിന്തുണ നൽകിയത് നമുക്കറിയാം ഇവിടുത്തെ നാട്ടുകാരാണ്. നാട്ടുകാരന്ന് വിളിച്ചു ഫസ്റ്റ് യോഗം. ചാലക്കുടി നഗരസഭ പോട്ടയിൽ നിർമ്മിക്കുന്ന PT ശങ്കരൻ എമ്പ്രാന്തരി സ്മാരക കമ്മ്യൂണിറ്റി ഹാളിന്റെ ശിലാസ്ഥാപനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ, CS സുരേഷ് എന്നിവർ സംസാരിച്ചു. നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത്. 7000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഹാൾ നിർമ്മിക്കുന്നത്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ യുവ അഭിഭാഷക കൺവെൻഷനും പഠന ക്യാമ്പും അതിരപ്പിള്ളിയിൽ നടന്നു. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് S. സിരി ജഗൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന് കരുത്തു നൽകാൻ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത അനിവാര്യ ഘടകവും അവകാശവുമാണെന്നും ജസ്റ്റിസ് സിരി ജഗൻ പറഞ്ഞു. AILU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CJ ബിമൽ അധ്യക്ഷത വഹിച്ചു. അഭിഭാഷക വൃത്തിയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന അഡ്വക്കേറ്റ് PK ഗിരിജ വല്ലഭനെ ആദരിച്ചു. അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പ്, മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് R. നാരായണ പിഷാരടി, AILU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് CP പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് 9 പണി തീർത്ത എയർ കണ്ടീഷൻ ചെയ്ത സ്മാർട്ട് അംഗനവാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് എന്നിവർ സംസാരിച്ചു. 27 ലക്ഷം രൂപ ചെലവിലാണ് അംഗനവാടി നിർമ്മാണം പൂർത്തീകരിച്ചത്. സമീപിക്കുകയും അവരോട് ഇതേ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് 4-ാം വാർഡിലെ കുട്ടഞ്ചേരിയിൽ സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചു. പദ്ധതിയുടെ വാർഡ് തല ഉദ്ഘാടനം കർഷക സംഘം എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ VC ബിനോജ് നിർവഹിച്ചു. കർഷക സംഘം മേഖലാ വൈസ് പ്രസിഡന്റ് VB ജയേഷ് അധ്യക്ഷനായി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക രേണുക, വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, കുടുംബശ്രീ ADS അംഗം സിനി ചന്ദ്രൻ, മാധവി വേശുകുട്ടൻ എന്നിവർ സംസാരിച്ചു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, അംഗം സജിനി സന്തോഷ്, ഡോക്ടർ കവിത, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ സ്പർശം പദ്ധതിക്കു കീഴിൽ ആരംഭിച്ച ഹാപ്പിനെസ് പ്രോജക്ടിന്റെ ഭാഗമായി എല്ലാ മാസവും 2-ാം ശനിയാഴ്ചകളിൽ രോഗികൾക്കായി ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. വളരെ സന്തോഷപൂർവ്വം നമ്മുടെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായിട്ട് അറിയിക്കുകയാണ്. ഇപ്പം നല്ലൊരു ആശാവർക്കർമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകരുണ്ട്, അവരെയും സ്നേഹപൂർവ്വം സിസ്റ്റർമാരും നമ്മുടെ ആശുപത്രി ജീവനക്കാരും എല്ലാവരും കൂടെ ഒരു യാത്ര പോകുന്നുണ്ട്. ഈ യാത്രയ്ക്ക് വളരെ ഗുരുവായൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും ദൃശ്യ ഗുരുവായൂരിന്റെ ദീർഘകാല പ്രസിഡന്റുമായിരുന്ന KK മോഹൻ റാമിന്റെ 8-ാം ചരമവാർഷികം ആചരിച്ചു. ദൃശ്യ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ പ്രസിഡന്റ് KK ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു. ദൃശ്യയുടെ ജീവനം കാരുണ്യ പദ്ധതിയിൽ നിന്ന് 4 പേർക്കുള്ള ചികിത്സാ സഹായവും വിതരണം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, PI സൈമൺ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ JK പ്രകാശൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് R ജയകുമാർ എന്നിവർ സംസാരിച്ചു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. 16 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. അക്കിക്കാവ്, അഗതിയൂർ, കൊങ്ങണൂർ, നൊങ്ങലൂർ തുടങ്ങിയ ദേശങ്ങളിൽ നിന്നായി
10 കമ്മിറ്റികളുടെ ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം ചെയ്തു. ചെർപ്പുളശ്ശേരി ശിവൻ, കുനിശ്ശേരി ചന്ദ്രൻ, കലാമണ്ഡലം കുട്ടിനാരായണൻ, കൃഷ്ണ വാര്യർ ചോറ്റാനിക്കര വിജയൻ, കോങ്ങാട് മധു, കുനിശ്ശേരി അനിയൻ, വൈക്കം ചന്ദ്രൻ, പരക്കാട് തങ്കപ്പൻ തുടങ്ങിയ പ്രമുഖർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് മുന്നോടിയായി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും ചലച്ചിത്ര താരം ജയറാമും ചേർന്ന് ചൊവ്വാഴ്ച നടത്തുന്ന പഞ്ചാരി മേളത്തിന് മേള ആസ്വാദകരെ ക്ഷണിച്ചുകൊണ്ടുള്ള വീഡിയോ സോഷ്യൽ മീഡിയകളിൽ തരംഗമാകുന്നു. രാവിലെ 9-ന് തിരുവാണിക്കാവ് സന്നിധിയിലാണ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും ജയറാമും അവതരിപ്പിക്കുന്ന പഞ്ചാരി മേളം നടക്കുന്നത്. 10:30 കാവ് കൂറയിടൽ ചടങ്ങ് ആരംഭിക്കും. വൈകിട്ട് 5-ന് നടപ്പുര പഞ്ചവാദ്യം നടക്കും. 20-നാണ് പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം. ഗുരുനാഥരോടൊപ്പം 10-100-ൽ പരം കലാകാരന്മാരോടൊപ്പം ആ വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ 2 കൈയും ഉയർത്തിയുള്ള ആവേശം വരുന്ന ആ ഒരു ഇത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തോടും സ്വന്തം ചെയ്യാം. താങ്ക് യു. മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ OP സമയം കഴിയുന്നതുവരെ എത്തുന്നവർക്ക് ചികിത്സ നൽകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. OP സമയം 2 വരെയാണെങ്കിലും 1 മണിവരെ എത്തുന്നവർക്ക് മാത്രം ഡോക്ടറെ കാണാൻ അവസരം നൽകിയിരുന്നുള്ളൂവെന്ന പരാതിയിലാണ് പരിഹാരം നിർദ്ദേശിച്ചത്. ഇതു സംബന്ധിച്ച് ഷാൻഡി ജോസഫ് തട്ടകത്ത് നവകേരള സദസ്സിൽ നൽകിയ പരാതിയിലാണ് ആരോഗ്യവകുപ്പ് നടപടിയെടുത്തത്. ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷം ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വ്യാഴാഴ്ച രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. വേലായുധൻ പണിക്കശ്ശേരിയുടെ 65ാമത് പുസ്തകമായ സിന്ധു നദീതട സംസ്കാരവും പ്രാചീന ഭാരതത്തിലെ സർവകലാശാലകളും ഗവർണർ പ്രകാശനം ചെയ്യും. തുടർന്ന് തൃപ്രയാർ കളിമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ കഥകളി അരങ്ങേറും. AI മോഹനൻ, KV ഷിനോദ്, KK രാജൻ, C ബിന്ദു, ജയപാലൻ കടവിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര മറ്റത്തൂർക്കുന്ന് ശ്രീ ചൊവ്വനേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ മഹോത്സവത്തിന് തുടക്കമായി. ഞായറാഴ്ച രാവിലെ നടന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ജൈജു വിശ്വംഭരൻ കാർമ്മികത്വം വഹിച്ചു. രാത്രിയിൽ പ്രസാദൂട്ട്, വള്ളുവനാട് ആദിമൊഴി നാടൻപാട്ട് കൂട്ടായ്മ അവതരിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരം, തേരേറ്റം, എഴുന്നള്ളിപ്പ്, കാളകളി, സാംബവ നൃത്തം എന്നിവയുണ്ടാകും. രക്ഷാധികാരി ഷാജു മഠത്തിൽ, പ്രസിഡന്റ് വിനോദ് കൊള്ളിവളപ്പിൽ, സെക്രട്ടറി അജീഷ് തേറുപാടം എന്നിവരാണ് ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ചാലക്കുടി മുരിങ്ങൂർ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. അന്നനാട് ആറങ്ങാലി കടവിൽ ആറാട്ട് ചടങ്ങുകൾ നടന്നു. സനീഷ് തന്ത്രി ആറാട്ട് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. ആറാട്ടിന് ശേഷം കടുങ്ങാപ്പുഴ ക്ഷേത്രത്തിന് സമീപം പറനിറപ്പും നടന്നു. തുടർന്ന് താളമേളങ്ങളും തെയ്യം അടക്കമുള്ള കലാരൂപങ്ങളുമായി ആറാട്ട് സംഘം തിരിച്ചെഴുന്നള്ളി. വഴിയിലൂടെ നീളം ഭക്തജനങ്ങൾ പറ നിറച്ച് ദേവിയെ സ്വീകരിച്ചു. കൊടിയിറക്കത്തിന് ശേഷം ആറാട്ടുകഞ്ഞി വിതരണം ചെയ്തു. ക്ഷേത്ര സമാജം പ്രസിഡന്റ് KN വിശാലാക്ഷൻ, സെക്രട്ടറി മിഥുൻ രാജ്, സുകുമാരൻ, ജിതിൻ ഷാജൻ, ഉണ്ണിക്കുട്ടൻ, PP സുബ്രഹ്മണ്യൻ, EK പരമേശ്വരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. BSc കാർഡിയോ വാസ്കുലാർ ടെക്നോളജിയിൽ ആലപ്പാട് സ്വദേശിയായ വിദ്യാർത്ഥിക്ക് 1ാം റാങ്കോടെ ഗോൾഡ് മെഡൽ നേട്ടം. ചിറക്കുഴി ഷംസുദ്ദീൻ, ഷാജിദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷാഫിദാണ് നേട്ടം കരസ്ഥമാക്കിയത്. മംഗളൂരു ശ്രീനിവാസ് സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിലെ വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഷാഫിദ്. മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂൾ വാർഷികാഘോഷം ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ അധ്യക്ഷയായി. ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ, മുൻ പ്രധാന അധ്യാപിക സതീദേവി വിജയകുമാർ, OSA പ്രസിഡന്റ് TK സ്മിതേഷ്, പ്രധാന അധ്യാപിക VC രേഖ, PTA പ്രസിഡന്റ് ഷൈജൻ നമ്പനത്ത തുടങ്ങിയവർ സംസാരിച്ചു. ആദൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പൊങ്കാല സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉപദേവന്മാരായ ഗണപതിയുടെയും അയ്യപ്പസ്വാമിയുടെയും അഷ്ടബന്ധ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തി. ശ്രീകോവിലിന്റെ സോപാനവും വാതിലും ഉപദേവതമാരുടെ വാതിലും പിച്ചള പൊതിഞ്ഞതിന്റെ സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടാലത്ത് നിർവഹിച്ചു. അന്നദാനവും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി നേതൃത്വം നൽകി.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കൺവെൻഷൻ ചന്ദ്രാപിന്നി വി കെ കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ.കെ. നന്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് കെ.ആർ. പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി, ട്രഷറർ സിന്ധു സുനിൽ, ഇ.പി. ജെയിംസ്, കെ.കെ. ഗോപാലകൃഷ്ണൻ, അമൃത മോഹൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ചിറക്കൽ മഹല്ല് മജ്ലിസുന്നൂർ SYS SKSSF കോർഡിനേഷൻ കമ്മിറ്റിയുടെ ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ 7ാമത്തെ വീട് കൈമാറി. സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി വീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. ബൈത്തുന്നൂർ ചെയർമാൻ ഷുക്കൂർ പുളിന്തറ അധ്യക്ഷനായി. സയ്യിദ് നജീബ് തങ്ങൾ പുതിയ വീടിന്റെ പാൽക്കാച്ചൽ ചടങ്ങിനും അലി അക്ബർ ഫൈസി മൗലിദ് പാരായണത്തിനും നേതൃത്വം നൽകി. വാണിജ്യം. 2.5 പതിറ്റാണ്ട് കാലത്തെ വിശ്വസ്ത പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയായ SPCI സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ KCET ആൻഡ് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഗൈഡൻസ് പ്രോഗ്രാം തൃശൂരിൽ സംഘടിപ്പിച്ചു. കേരളത്തിലെ മുൻനിര കരിയർ ഗൈഡൻസ് സെന്ററായ SBCI ജില്ലയിലെ 50ഓളം സ്കൂളുകളിലെ +2 വിദ്യാർത്ഥികൾക്കായി തൃശൂർ CMS സ്കൂളിൽ സംഘടിപ്പിച്ച KCET ആൻഡ് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഗൈഡൻസ് പ്രോഗ്രാം വിശിഷ്ടാതിഥികൾ ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ജയറാംസ് എഡ്യൂക്കേഷൻ ഫൗണ്ടർ പ്രൊഫസർ NR ജയറാം വിശിഷ്ടാതിഥിയായിരുന്നു. SBCI സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ PG നന്ദകുമാർ, ഡയറക്ടർ PV നിതിൻ കുമാർ, സിഗ്മ ആർക്കിടെക്ചർ കോളേജ് HOD ചിന്നദുരൈ, ധനലക്ഷ്മി ശ്രീനിവാസൻ യൂണിവേഴ്സിറ്റി ഡീൻ ചന്ദ്ര ചൌധരി തുടങ്ങിയവർ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. ISO അംഗീകൃത സ്ഥാപനമായ SBCI സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കഴിഞ്ഞ 7 വർഷമായി തൃശൂർ ജില്ലയിലെ സ്കൂളുകളിൽ സ്കോളർഷിപ്പ് പരീക്ഷകൾ നടത്തി അർഹരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി വരുന്നു. ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ അഡ്മിഷൻ ഗൈഡൻസിനും എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുമായി കേരളത്തിൽ SBCIയുടെ 12ഓളം ശാഖകൾ പ്രവർത്തിച്ചു വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9895894939. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടാനശല്യം തടയാൻ സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വയനാട്ടിലെ സാഹചര്യം പരിശോധിക്കാൻ 3 വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി സ്പെഷ്യൽ സെൽ രൂപീകരിക്കുമെന്ന് മന്ത്രി. സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എല്ലാ കുറ്റവുമേറ്റ് അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് ഒരു മഹത് പ്രവൃത്തിയാണെന്ന് അക്കാദമി അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പരിഹാസവുമായി ശ്രീകുമാരൻ തമ്പി. സ്വകാര്യ ബസിന്റെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന കേബിളുകൾ നാടോടി സ്ത്രീകൾ മോഷ്ടിച്ചു. കല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന ബസ്സിലാണ് മോഷണം നടന്നത്. കേച്ചേരി തലക്കോട്ടുകരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. കുണ്ടുകാട് സ്വദേശി വിൻസ് കുര്യനാണ് മരിച്ചത്. നേന്ത്രക്കായ വില ഇടിഞ്ഞതോടെ മലയോരത്തെ വാഴ കർഷകർ ദുരിതത്തിൽ. മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ കെട്ടിക്കിടക്കുന്നത് 4000 കിലോയോളം നേന്ത്രക്കായ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.